KPCC നേതൃമാറ്റ ചർച്ചകൾക്കിടെ കെ സുധാകരനെ വീട്ടിലേക്ക് വിളിപ്പിച്ച് AK ആന്റണി. വാർത്തകളിൽ വിഷമം വേണ്ടെന്ന് സുധാകരനോട് ആന്റണി പറഞ്ഞു. ആന്റണിയുമായി സംസാരിച്ച വിഷയങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ലെന്ന് സുധാകരൻ പ്രതികരിച്ചു. സംസാരിക്കാണ്ടിരിക്കുമോ? സംസാരിച്ച് എന്താണെന്നൊന്നും നിങ്ങളൊക്കെ പറയുന്നില്ല. നമ്മുടെ നാട്ടു വർത്താനെല്ലാം പറയാറുണ്ട്, എല്ലാ കാലത്തും പറയാറുണ്ട്. അത് ഞങ്ങൾ ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പക്വത കാണിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വാർത്താമുഖമാകാനാണ് നേതാക്കൾക്ക് താൽപര്യം. യുവ നേതാക്കൾക്ക് ഒന്നും പറയാൻ ഇല്ലാഞ്ഞിട്ടല്ല, ആ വിമർശനം കൂടി താങ്ങാനുള്ള ശേഷി പാർട്ടിക്കില്ല എന്നും രാഹുൽ വിമർശിച്ചു. ഒരു 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു യുവ നേതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ? ഈ 10 വർഷക്കാലത്തിനിടയിലുള്ള ചെറുപ്പക്കാർക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷേ അത് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. യുവാക്കൾ കാണിക്കുന്ന, ചെറുപ്പക്കാർ കാണിക്കുന്ന ആ പക്വതയും പാകതയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ദയവ് ചെയ്ത് കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. KR സാജു വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. സാജു, സുധാകരന്റെ പ്രതികരണത്തെ മുഖവിലക്കെടുക്കാതെ ഏതായാലും നേതൃമാറ്റവുമായി മുന്നോട്ട് പോകാമെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ് ഉള്ളത്. അപ്പോഴും സുധാകരനെ എങ്ങനെയാണ് അനുനയിപ്പിക്കുക എന്ന കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് മുന്നിലുണ്ട്. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വിമർശനം കൂടി വരുമ്പോൾ അത് പാർട്ടിയെ എങ്ങനെ ബാധിക്കും? അനീഷ, ഇന്നലെ അതിശക്തമായ നിലപാട് ആണ് കെ സുധാകരൻ നേതൃമാറ്റത്തിനെതിരെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ നടത്തിയത്. ഇന്ന് അതേ സുധാകരനെ നമ്മൾ മയപ്പെട്ട രീതിയിലുള്ള പ്രതികരണത്തിലാണ് കാണുന്നത്. ഇന്ന് കൂടുതൽ കടുത്ത പ്രതികരണങ്ങളിലേക്ക് പോകാൻ കെ സുധാകരൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾ കട്ടൻ ചായയും കുടിച്ചിട്ട് പോയി കിടന്നു ഉറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന കെ സുധാകരനെ കാണുന്നു. KPCC ഓഫീസിലെത്തിയ കെ സുധാകരൻ അതിനുശേഷം ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോടുകൂടി ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ AK ആന്റണിയെ അദ്ദേഹത്തിന്റെ വഴുതക്കാടുള്ള വീട്ടിൽ എത്തി കെ സുധാകരൻ കാണുകയാണ് ഉണ്ടായത്. അത് KPCC ഓഫീസിൽ നിന്നും അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു കെ സുധാകരന്റെ കൂടിക്കാഴ്ച. ഏതാണ്ട് 5-10 മിനിറ്റ് മാത്രം നീണ്ടു നിന്ന കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിൽ കെ സുധാകരൻ പ്രധാനമായും തന്നെ അപമാനിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതിനോടൊക്കെ AK ആന്റണി ഇതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന നിലയിലുള്ള ഒരു സാധാരണ പ്രതികരണം മാത്രമാണ് AK ആന്റണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തന്നെ ഇങ്ങനെ അപമാനിച്ചൊന്നും പറഞ്ഞു വിടേണ്ടതില്ല, താൻ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനത്തിനും തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ AK ആന്റണിയുമായി കെ സുധാകരൻ പങ്കുവച്ചു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കൂടിക്കാഴ്ച സുധാകരന്റെ കൂടി ആഗ്രഹപ്രകാരം AK ആന്റണി സുധാകരനെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഇതിലൊന്നും വിഷമിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞൊരു ആശ്വസിപ്പിച്ച് AK ആന്റണി മടക്കി വിടുകയാണ് കെ സുധാകരനെ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം. അതിനുശേഷവും മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം കാര്യമായ പ്രതികരണങ്ങളിലേക്ക് പോയില്ല. ഞങ്ങൾ ചില നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞു പിരിഞ്ഞു എന്ന നിലയ്ക്ക്, ഒരു സാധാരണ നിലയ്ക്കുള്ള 2 കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള, മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച എന്ന നിലയ്ക്കാണ് അതിനോട് പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ കെ സുധാകരൻ പ്രതികരിച്ചത്. പക്ഷേ കെ സുധാകരന് വളരെ കടുത്ത അതൃപ്തിയുണ്ട് ഇപ്പോൾ നടക്കുന്ന നേതൃമാറ്റ ചർച്ചകളിൽ. അതിനാൽ തന്നെ കെ സുധാകരനെ അനുനയിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാനാണ് കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ. പ്രഖ്യാപനം ഇന്ന് നടത്താനായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിലും സുധാകരനെ കൂടി മുഖവിലേക്കെടുത്തുകൊണ്ട് വേണം മാറ്റം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തി നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് സുധാകരനെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ മുരളീധരനൊക്കെ രംഗത്ത് വന്നിരുന്നു. ഒപ്പം തന്നെ ആലുവയിലും പാലക്കാടുമൊക്കെയായി പോസ്റ്ററുകൾ വരുന്നു. ഇതിനോടൊക്കെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ വളരെ കർശന സ്വഭാവത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു ആദ്യം രാഹുൽ മാങ്കൂട്ടം ഒരു പ്രതികരണം നടത്തിയത്. അത് പ്രകാരം ഇങ്ങനെ അനിശ്ചിതമായി അധ്യക്ഷ സ്ഥാന ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകുന്നത് പ്രവർത്തകരുടെ മനോവീര്യത്തെ ബാധിക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതിനുശേഷം ഇന്ന് പത്തനംതിട്ടയിൽ മാധ്യമങ്ങളെ
കണ്ടപ്പോഴാണ് നേതാക്കൾ കുറെ കൂടി പക്വത കാണിക്കണം, പരസ്യ പ്രതികരണങ്ങൾ അടക്കം നടത്തി പാർട്ടിയെ വെട്ടിലാക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്ന കാര്യം പറഞ്ഞത്. അവിടെ അദ്ദേഹം പ്രയോഗിച്ച ഒരു വാചകമുണ്ട്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു യുവനേതാവും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളും പ്രസ്താവനകളും നടത്തിക്കൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടില്ല എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നു. അത് ഒരേ സമയം കെ സുധാകരനും കെ മുരളീധരനെയും ഒക്കെ പോലെ ഇതേ പരസ്യ പ്രസ്താവനകൾ ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കുള്ള മറുപടിയായി വേണം കണക്കാക്കാൻ. അത് യൂത്ത് കോൺഗ്രസ് കുറച്ച് ശക്തമായ ഭാഷയിൽ വരാൻ പോകുന്നത് സ്കൂളിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് എന്ന് നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ വഷളാക്കരുത്, അതിന്റെ തിരിച്ചടി പാർട്ടിക്കാണ് കിട്ടാൻ പോകുന്നതെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. അതായത് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കലക്കി മറിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയും. അനീഷ. സാജു, അതായത് സുധാകരനെ കൂടി അനുനയിപ്പിച്ച ശേഷം മാത്രമേ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുക എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ അതിനിടെ തന്നെ ഇന്നോ നാളെ ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകുമോ? പ്രഖ്യാപനം എത്രയും വേഗത്തിലുണ്ടാവും. സുധാകരനെ കൂടി മുഖവിലയ്ക്ക് എടുക്കുക. അതേസമയം സുധാകരൻ അതൃപ്തനായി തുടർന്നാൽ അതിനെ മുഖവിലയ്ക്ക് എടുക്കാതെ തന്നെ മുന്നോട്ട് പോകും. പക്ഷേ സുധാകരനെ കൂടി ഒരിക്കൽ കൂടി സംസാരിക്കുക എന്ന ഒരു സമീപനം ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നാണ് AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയ KC വേണുഗോപാൽ തിരികെ ഡൽഹിയിലെത്തിയത്. അദ്ദേഹം ഇന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ കെ സുധാകരനുമായി ഒരു ടെലിഫോണിൽ ഒരു ആശയവിനിമയം KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായേക്കാം. പക്ഷേ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കെ സുധാകരൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഹൈക്കമാൻഡ് വഴങ്ങാനുള്ള സാധ്യതയില്ല. കെ സുധാകരനെ മാറ്റുക എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും ആന്റണിയിലേക്ക് ആ ചർച്ചകൾ കേന്ദ്രീകരിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവുമാണ് കെ സുധാകരന്റെ ഒരു ഇടച്ചിൽ ഉണ്ടാവുന്നത്. സ്വാഭാവികമായും അതിനെ മറികടക്കേണ്ട ഒരു സമയം മാത്രമാണ് പ്രഖ്യാപനത്തിന് ഇനി ബാക്കിയുള്ളത് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അനിഷ. ശരി, KR സാജു ആണ് വിവരങ്ങൾ നൽകിയത്.